ചർച്ച ചെയ്യുന്നുള്ളൂ. ഇന്ന് നമ്മളെ കയ്യിലുള്ള ഒരു സൂപ്പർ പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക് ആണ് 9E5 എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 9E5ന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഒരു എന്താ പറയാ ഒരുപാട് ഫ്രൂട്ട്സിന്റെ എക്സ്ട്രാക്റ്റ് ആണ്, ജ്യൂസ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് ശരിക്കും ഒരുപാട് കമ്പനികൾ ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മാർക്കറ്റ് ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് 9E5ന് എന്താണ് ക്വാളിറ്റി, ഇത് നമ്മൾ ആളുകളോട് പറയാൻ നമുക്ക് പറ്റിയാലേ നമുക്ക് സെയിൽസ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏകദേശം 13ഓളം ബെറി ഫ്രൂട്ട്സ്, അതായത് അംല, നോനി, ആലോവേര ഉൾപ്പെടെയുള്ള 13ഓളം ബെറി ഫ്രൂട്ട്സ് ആണ് ഇതിനകത്ത് ചേരുവകളായിട്ടുള്ളത്. ഈ ഒരു ആന്റി ഓക്സിഡന്റ്, അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഉണ്ടാവുന്ന ഈ ഭാഗത്ത് കാണുന്നതെന്ന് പറഞ്ഞാല് ഇതാണ് ശരിക്കും ഒരാളുടെ ശരീരത്തിലുള്ള കോശങ്ങളിലുള്ള ഇലക്ട്രോണുകളെ ഇങ്ങനെയാണ് ഒരു കോശത്തിൽ ഉണ്ടാവുക. അതായത് പെയറായിട്ട് ജോഡി ആയിട്ടാണ് ഒരാളുടെ കോശത്തില്, ഏത് കോശത്തിലായാലും ഇലക്ട്രോണുകൾ ഉണ്ടാവുക. അപ്പൊ ഈ ഇലക്ട്രോണുകൾ അതിൽ തന്നെ മുകളിലുണ്ട് മഞ്ഞ കളറിലുള്ള ഒരു സർക്കിൾ കാണുന്നുണ്ടാവും. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ഒരു കേസാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വിളിക്കുന്നത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോശങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന ഓക്സിഡേഷനെയാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന സംഭവം ഉണ്ട് എങ്കിൽ അയാളുടെ ശരീരത്തിൽ ഈ രീതിയിലുള്ള അൺബാലൻസ്ഡ് സെല്ലുകൾ ഒരുപാട് ഉണ്ടാവും. അൺബാലൻസ്ഡ് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആറ്റം എന്നൊക്കെയാണ് അതിന് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിരതയില്ലാത്ത കോശം. സ്ഥിരതയില്ലാത്ത കോശം എന്ന് പറഞ്ഞാൽ അതിന് ഇലക്ട്രോണുകൾ ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ്, അതേപോലെ പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ന്യൂക്ലിയസ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു കോശത്തെ ശരിക്കും വിളിക്കുന്നത് ഫ്രീ റാഡിക്കൽ അല്ലെങ്കിൽ ഓക്സിജൻ റാഡിക്കൽ എന്നാണ് സയൻസ് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് കോശങ്ങളിൽ ഉണ്ടാവുന്ന ഓക്സിഡേഷൻ മൂലം ആ കോശത്തിന് എന്തെങ്കിലും സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കോശത്തെ വിളിക്കുന്നതാണ് ഓക്സിജൻ റാഡിക്കൽ അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽ ഭയങ്കര അപകടകാരിയാണ്. അതായത് ഒരു ഫ്രീ റാഡിക്കൽ ഉണ്ടെങ്കിൽ അത് മറ്റു കോശങ്ങളെയൊക്കെ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരാളുടെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ വാങ്ങും. അങ്ങനെ ആകുമ്പോൾ ആ കോശം ഡാമേജ് ആവും. അടുത്ത കോശത്തിനെ പോയി ഇടിച്ചിട്ട് അതിൽ നിന്ന് ഇലക്ട്രോണുകൾ എടുക്കും. അങ്ങനെ വരുന്ന സമയത്ത് നിരന്തരമായിട്ട് ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് ശരീരത്തിൽ എന്ത് ചെയ്യും, ഫ്രീ റാഡിക്കലിന്റെ എണ്ണം രൂക്ഷമായിട്ട് കൂടുന്നതായിട്ട് കാണും. അപ്പൊ അങ്ങനെ ഫ്രീ റാഡിക്കൽ കൂടിക്കഴിഞ്ഞാല് അത് പലതരത്തിലാണ് ശരീരത്തെ ബാധിക്കുക. അത് പാൻക്രിയാസിൽ ആണ് ബാധിക്കുന്നതെങ്കിൽ അത് ഷുഗർ ആയിട്ടും, DNA ബാധിക്കുകയാണെങ്കിൽ അത് ക്യാൻസർ ആയിട്ടും, ഇങ്ങനെയൊക്കെ ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ഒന്ന് സ്ട്രെസ് ആണ് പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൽ സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽ ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് ഫ്രീ റാഡിക്കൽ എന്ത് ചെയ്യും, ശരീരത്തിലേക്ക് ഓരോ സമയത്തും വരും. ഇനി അതുകൂടാതെ സ്ട്രെസ് അല്ലാതെ തന്നെ പിന്നീട് വരാൻ ചാൻസ് ഉള്ളത് ആൽക്കഹോളും അതേപോലെ സിഗരറ്റ് സ്മോക്കിങ്ങും ഒക്കെ ഉള്ള ആളുകൾക്ക് ഫ്രീ റാഡിക്കലുകൾ കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി ചില ആളുകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആന്റിബയോട്ടിക്കുകളൊക്കെ അമിതമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് വരാൻ, ഈ കോശങ്ങൾക്കൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഈ ഒരു സ്ലൈഡിൽ കാണുന്നത് നമ്മുടെ ബ്രൺസിക് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ഒരു ലാബാണ്. അവിടെയാണ് ലോകത്തില് നമ്മുടെ ആന്റി ഓക്സിഡൻസ് എന്താണ് അതിന്റെ കപ്പാസിറ്റി അളക്കുന്ന ഒരു മെഷർമെന്റ് ആ ലാബിലാണ് ചെയ്യുന്നത്. എല്ലാ കമ്പനികളും ഇതേ ലാബിൽ നിന്നാണ് ചെയ്യുന്നത്. ശരിക്ക് ഈ ലാബിൽ ഇത് കണ്ടില്ലേ, ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻസ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളെ അല്ലെങ്കിൽ ഡാമേജ് ആയ സെല്ലുകളെ അബ്സോർബ് ചെയ്തിട്ട് നോർമൽ ആക്കുന്ന ഒരു കപ്പാസിറ്റിയാണ്. അപ്പൊ ആ ഒരു നോർമൽ ആക്കുന്ന ഒറാക് വാല്യൂ എന്നാണ് പറയുക. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ 9E5 ഇന്ന് ഏകദേശം 1 ലിറ്ററിലുള്ള ആന്റി ഓക്സിഡൻസ് അല്ലെങ്കിൽ ഒറാക് വാല്യൂ 9 ലക്ഷമാണ്. ശരിക്കും 10.5 ലക്ഷമാണ് 9E5ന്റെ ആന്റി ഒറാക് വാല്യൂ. 10.5 ലക്ഷമാണ് നമുക്ക് ഒരു തവണ കിട്ടിയിട്ടുള്ളത്. പക്ഷെ 10.5 ലക്ഷം നമ്മൾ പറയുന്നില്ല, 9 ലക്ഷം മാത്രമേ പറയുന്നുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരാൾ ഒരു 9E5ന്റെ സാഷ എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്ത് എല്ലാ തുള്ളിയും ചിലപ്പം ഗ്ലാസ്സിലേക്ക് എത്തണം എന്നില്ല. എന്നാൽ പോലും ഒരാൾക്ക് 1 ലിറ്റർ
കഴിക്കുന്ന സമയത്ത് 9 ലക്ഷം ഒറാക് വാല്യൂ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഗ്യാരണ്ടി. ഇനി ചില ആളുകൾ ചോദിക്കും, ഈ 9 ലക്ഷമൊക്കെ ഒറാക് വാല്യൂ എന്തിനാണ്? 9 ലക്ഷം ഒറാക് വാല്യൂ ഒരാൾക്ക് വേണ്ടതില്ലല്ലോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ആളുകളോട് നിങ്ങൾ പറയേണ്ടത്, ഇന്നിപ്പം നാസയും അതേപോലെ തന്നെ അമേരിക്കയിലുള്ള പല സയന്റിസ്റ്റുകളുടെയും പഠനത്തിൽ പറയുന്നത് ഒരാൾക്ക് ഈ കാലഘട്ടത്തിൽ ഡെയിലി 10,000 ഒറാക് വാല്യൂ എങ്കിലും കിട്ടണം എന്നാണ്. ഡെയിലി 10,000 ഒറാക് വാല്യൂ. ഡെയിലി 10,000 ഒറാക് വാല്യൂ കിട്ടണമെങ്കിൽ ഒരു 2.5 കിലോ ആപ്പിൾ എങ്കിലും ഒരാൾ ഒരു ദിവസം കഴിക്കണം. എന്നാലേ ഒറാക് വാല്യൂ 10,000 കിട്ടുള്ളൂ. ഒരു വ്യക്തി 2.5 കിലോ കഴിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ എത്ര കിലോ ആയി? 12.5 കിലോ ആപ്പിൾ ഒരു ഡെയിലി കഴിക്കാൻ പറ്റുമോ? അത് പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു 95 പോലെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഉപയോഗിക്കുകയാണെങ്കിൽ 10,000 ഒറാക്ക് എന്തായാലും വേണ്ടത് കിട്ടുകയും ചെയ്യും. ഇനി എന്തെങ്കിലും ശാരീരിക പ്രശ്നമുള്ള ആൾക്കാണെങ്കിൽ ചിലപ്പോൾ 25,000 ഒറാക്ക് വേണ്ടി വരും. അതായത് ക്യാൻസർ വന്ന ഒരാൾക്കോ, സ്ട്രോക്ക് വന്ന ഒരാൾക്കോ, പാർക്കിൻസൺസ് വന്ന ഒരാൾക്കോ, അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങളുള്ള സോറിയാസിസ് വന്ന ആൾക്കൊക്കെ അത് അവർക്ക് ഈ 10,000 ഒറാക്ക് കൊണ്ട് ഒന്നും ആവില്ല. അപ്പൊ അവർക്ക് ചിലപ്പോൾ കൂടുതൽ ഒറാക്ക് വാല്യൂ ഉള്ള, അല്ലെങ്കിൽ കൂടുതൽ എന്ത് ചെയ്യണം, ഈ ആന്റി ഓക്സിഡൻസ് ശരീരത്തിൽ കിട്ടിയെങ്കിൽ മാത്രമേ അത് നോർമൽ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു എന്താണ് ഈ 9 ലക്ഷം ഒറാക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടൊന്നുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റണം. അതായത് അധികമായിട്ട് ഇനിയിപ്പോ ആവശ്യമില്ല, ഒരാൾക്ക് 10,000 ആവശ്യമുള്ളൂ, അയാൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ അയാൾ 30,000 എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ? കാരണം നമ്മൾ ഒരു സാഷയിൽ 30,000 33,000 ഒറാക്ക് വാല്യൂ ഉണ്ട്. അപ്പൊ ശരിക്കും എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ ഒരു ദോഷവും അതിലില്ല. അതായത് അയാളുടെ ശരീരത്തിന് ആവശ്യമുള്ളത് ശരീരം അബ്സോർബ് ചെയ്യും, ബാക്കിയുള്ളത് അവരുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ കൂടി, മലത്തിൽ കൂടി മൂത്രത്തിൽ കൂടി ഒക്കെ അത് പുറത്തു പോകുന്നു മാത്രമേ ഉള്ളൂ. വേറെ ഒരു ദോഷങ്ങളും അതുകൊണ്ട് ഉണ്ടാവുന്നില്ല. ചില ആളുകൾ പറയും, ചില കമ്പനിയിൽ, ഇപ്പൊ എക്സാമ്പിൾ പറയാം, ഇപ്പൊ ഏറ്റവും വലിയ ആന്റി ഓക്സിഡൻസ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി ഇൻഡസ് വ്യൂ എന്നുള്ള കമ്പനിയാണ്. ഇൻഡസ് വ്യൂയിലുള്ള പ്രധാനപ്പെട്ട ഒന്ന് ഐ കെയർ ആണ്, ഒന്ന് ഐ പൾസ് ആണ്. അതേപോലെ തന്നെ ഇത് രണ്ടുമാണ് അവരുടെ ബെസ്റ്റ് ആന്റി ഓക്സിഡൻസ് പറഞ്ഞാൽ അവർ കൊടുക്കുന്നത്. ഇന്ന് നിങ്ങൾ നോക്കിയാൽ മതി, 1,27,000 മാത്രമേ 1 ലിറ്ററിൽ ഐ പൾസിന്റെ ഒറാക് വാല്യൂ ഉള്ളൂ. 1,27,000. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ 95 കമ്പയർ ചെയ്യുകയാണെങ്കിൽ 7 ഐ പൾസ് നിരത്തി വെച്ചാൽ മാത്രമേ ഒരു 95 ഈക്വൽ ആവുള്ളൂ. 7 ഐ കെയർ നിരത്തി വെച്ചാൽ മാത്രമേ ഒരു 95 ഈക്വൽ ആവുള്ളൂ. ഇനി നിങ്ങൾ വെസ്റ്റീജിന്റെയോ മോദി കെയറിന്റെയോ വെല്ല് പോലെ, മോദി കെയറിന് വെൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. നോനിയുടെ ജ്യൂസ് ഉണ്ട്, ആംലയുടെ ജ്യൂസ് ഉണ്ട്, അതല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ജ്യൂസുകൾ അവർക്കുണ്ട്. ഇനി വെസ്റ്റീജിനാണെങ്കിൽ തന്നെ അവർക്ക് ആലോവേര ജ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഇതിന്റെ ഒക്കെ ഒറാക് വാല്യൂ വെറും 50,000 അല്ലെങ്കിൽ 57,000 59,000 ഒക്കെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ മോദി കെയറിന്റെ ആന്റി ഓക്സിഡന്റ് ആണ് എങ്കിൽ ചുരുങ്ങിയത് 20 ബോട്ടിൽ വെച്ചെങ്കിൽ മാത്രമേ 95 ഈക്വൽ ആവുള്ളൂ. അപ്പൊ 20 ബോട്ടിൽ വെല്ല് വാങ്ങണമെങ്കിൽ ഏകദേശം 20,000 രൂപയാവും. 7 ബോട്ടിൽ ഐപ്പിൾസ് വാങ്ങണമെങ്കിൽ ഏകദേശം 21,000 രൂപയാവും. ആ മുടക്കുന്നതിന് ഈക്വൽ ആണ് 3,700 രൂപയുള്ള നമ്മുടെ 95. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മാർക്കറ്റിൽ എന്തു വാങ്ങാൻ ആളുണ്ട്. മാർക്കറ്റിൽ ഇതുപോലെ പറഞ്ഞ് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാല് അത് വാങ്ങുന്ന പല ആളുകളെയും നമുക്ക് നമ്മളെ 95 കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ശരിക്കും നമ്മളെ കയ്യിലുള്ളത് ഇതൊരു സൂപ്പർ പ്രീമിയം പ്രോഡക്റ്റ് ആണ്. അപ്പൊ ശരിക്കും ഇതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരാൾക്ക് പറ്റിയാല് അവിടെ നമ്മൾക്ക് നല്ല രീതിയിൽ സെയിൽസ് എടുക്കാൻ പറ്റുള്ളൂ. കാണുന്ന എല്ലാ, ഇപ്പൊ എന്റെ ടീമിലുള്ള നിലമ്പൂരുള്ള സഫിയ എന്ന് പറഞ്ഞ ഒരു ലേഡി, അവർ 95 മാത്രമേ വിൽക്കാറുള്ളൂ. അവർക്ക് 95 ഷുഗറിന് ഭയങ്കര റിസൾട്ട് അവരുടെ ഉമ്മയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ പറയും 95 കഴിച്ചാൽ ഷുഗർ കൂടും. പക്ഷെ സഫിയ മാഡത്തിന് അവരുടെ ഉമ്മയുടെ ഷുഗർ മാറിയത് 95 കഴിച്ചിട്ടാണ്. അപ്പൊ ഈ രീതിയിൽ അത് കാരണം 95 ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്, അതായത് റാസ്ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. ഈ റാസ്ബെറി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഷുഗർ നോർമൽ ആക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് നെല്ലിക്കയെ കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യേണ്ടതില്ല. ഇന്ന് ഈ പ്രതിരോധ ശേഷി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് നെല്ലിക്ക, ആംല എന്നുള്ളത്.
ദെൻ ആലോവേര 150ഓളം ന്യൂട്രീഷണൽ ബെനിഫിറ്റുകളുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ആലോവേര, കറ്റാർ വാഴ. അതേപോലെ നോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി, TB പോലെയുള്ള ട്യൂബർകുലോസിസ്, അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ, ആസ്മ, അതേപോലെ തന്നെ കഫക്കെട്ട്, അതേപോലെ തന്നെ ജലദോഷം, സൈനസൈറ്റിസ് അല്ലെങ്കിൽ സോർ ത്രോട്ട്, ഈ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് നോനി വളരെ എഫക്റ്റീവാണ്. ഇനി അതേപോലെ തന്നെ വയറിളക്കമായാലും കോൺസ്റ്റിപ്പേഷൻ മലബന്ധമായാലും ഡയജഷൻ കറക്റ്റ് ഡയജഷൻ നടക്കുന്നില്ല, അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് അൾസർ, ഈ പ്രശ്നങ്ങളുള്ള, അതേപോലെ ഇൻഡസ്റ്റൈനൽ പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരശല്യം പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നോനി എന്നുള്ള ഇൻഗ്രീഡിയൻസിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്കും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെയാണ് ചെറി, ആന്റി ഓക്സിഡൻസ് എന്താണ് നമ്മുടെ ശരീരത്തില് ബ്രെയിനിലേക്ക് പോകുന്ന എന്താ പറയാ ബ്ലഡ് ബാരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ പ്രോപ്പർ ആക്കാനും, മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ചെറി എന്ന് പറഞ്ഞ സാധനം. ഇനി അതേപോലെ ക്രാൻബെറി എന്ന് പറയുന്ന ഫ്രൂട്ട് ഉണ്ട്. അത് ശരിക്കും വൈറ്റമിൻ സി ഇഷ്ടം പോലെ ഉള്ളതാണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും ആസ്മ എന്ന് പറഞ്ഞ പ്രശ്നത്തിനും ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ക്രാൻബെറി എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയന്റ്. അത് നമ്മുടെ 95-ലുണ്ട്. പെപ്റ്റിക് അൾസർ ഉണ്ടെങ്കിൽ എന്താ പറയാ ക്രാൻബെറി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ റെഡ് കറന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട് ഉണ്ട്. റെഡ് കറന്റ് എന്ന് പറഞ്ഞാൽ വളരെ കലോറി കുറവുള്ളതും ഫാറ്റ് കുറവുള്ളതുമാണ്. ഇത് ശരിക്കും നന്നായിട്ട് ഫൈബർ റിച്ച് ആണ്. അതേപോലെ തന്നെ വൈറ്റമിൻ സി ഇഷ്ടം പോലെ ഉണ്ട്, പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ നന്നായിട്ടുണ്ട്. ഇത് ശരിക്കും BP റെഗുലേറ്റ് ചെയ്യാനും, മസിൽസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, വീക്ക്നെസ് ഉണ്ടെങ്കിൽ, ഇതിനൊക്കെ ഹാർട്ട് ബീറ്റ് ഒക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് റെഡ് കറന്റ് എന്നുള്ളത്. ദെൻ അടുത്തത് എൽഡർ ബെറി ആണ്. ഇപ്പൊ എൽഡർ ബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആന്റി വൈറൽ പ്രോപ്പർട്ടീസ് ആണ്. ഇത് ശരിക്കും എന്ന് പറഞ്ഞാല് ഫ്ലൂ അല്ലെങ്കിൽ കോൾഡ്, അതേപോലെ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാന്, ഈ നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ, ഇൻഫ്ലമേഷൻ കറക്റ്റ് ചെയ്യാൻ ഒക്കെയാണ്. അതേപോലെ സോർ ത്രോട്ട്, തൊണ്ടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് എൽഡർ ബെറി എന്ന് പറഞ്ഞാല്. അപ്പൊ അതേപോലെ ഗോജി ബെറി എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഉണ്ട്. ഗോജി ബെറി എന്ന് പറഞ്ഞ ഫ്രൂട്ടിൽ ശരിക്കും എന്ന് പറഞ്ഞാല് ഡയബറ്റിക്കിനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ഗോജി ബെറി എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് ഡയബലൈഫിന്റെ കൂടെ 95 കൊടുക്കാം, 95 മാത്രം വേണമെങ്കിൽ കൊടുക്കാം, ഒക്കെ നമുക്ക്. ഇനി അതേപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനും ഗോജി ബെറി എന്ന് പറയുന്ന ഫ്രൂട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രൊഡക്റ്റില്. ഇനി അതേപോലെ അസായ് ബെറി ഉണ്ട്. അസായ് ബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും അമിനോ ആസിഡുകളുടെയും ഫൈബറിന്റെയും ഒക്കെ റിച്ച് സോഴ്സ് ആണ്, പ്രോട്ടീന്റെ സോഴ്സ് ആണ് ഒക്കെ അസായ് ബെറി. ഇനി അസായ് ബെറി കാണപ്പെടുന്നത് തന്നെ ബ്രസീലില് ആമസോൺ കാടുകളിലൊക്കെയാണ്. ആ ഒരു അസായ് ബെറിയും ഇതിലൊരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇനി സ്ട്രോബെറി നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും പരിചയമുള്ള ഒരു ഫ്രൂട്ടാണ് സ്ട്രോബെറി. ഇത് ശരിക്കും പൊട്ടാസ്യം ഇഷ്ടം പോലെ ഉണ്ട്. ഈ കാലഘട്ടത്തിൽ പൊട്ടാസ്യം കുറഞ്ഞിട്ടും സോഡിയം കുറഞ്ഞിട്ടും ഒക്കെ ആളുകൾ ആശുപത്രിയിലാവുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന, അങ്ങനെയുള്ള മിനറൽസിന്റെ അഭാവം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക പ്രോഡക്റ്റ് ആണ് 95. അതിൽ സ്ട്രോബെറി ഇത് ഹാർട്ട് അറ്റാക്കിനെയും സ്ട്രോക്കിനെയും കൺട്രോൾ ചെയ്യും, വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ലോവർ ചെയ്യും എന്നുള്ളതാണ്. അതിന്റെ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അറ്റാക്കും അല്ലെങ്കിൽ സ്ട്രോക്കും വരാൻ സാധ്യത ഉണ്ട് എങ്കിൽ പോലും അതിനെ കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യും, സ്ട്രോബെറി സപ്പോർട്ട് ചെയ്യും. അതേപോലെ വൈറ്റമിൻ സി ഇഷ്ടം പോലെ ഉണ്ട്. വൈറ്റമിൻ B2, B5, B6, വൈറ്റമിൻ K, കോപ്പർ, മഗ്നീഷ്യം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു സ്ട്രോബെറിയിൽ ഉള്ളത്. ദെൻ ലാസ്റ്റ് ബ്ലാക്ക്ബെറി ഉണ്ട്, അതേപോലെ തന്നെ റാസ്ബെറി ഉണ്ട്. ബ്ലാക്ക്ബെറി നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് വൈറ്റമിൻ ബിയും സിയും അതേപോലെ തന്നെ മഗ്നീഷ്യവും കാൽസ്യവും ഇതേപോലെയുള്ള ഒരുപാട് മിനറൽസ്, അതേപോലെ തന്നെ പ്രോട്ടീൻ, അയൺ, ഇതെല്ലാം റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി റാസ്ബെറി ആണെങ്കിലോ ശരിക്കും പറഞ്ഞാൽ വലിയ കലോറി ഒന്നും ഇല്ല, വൈറ്റമിൻ സി ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഫ്രീ റാഡിക്കല് എന്ത് ചെയ്യണം, അതിനെ പ്രതിരോധിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാമേജ് ആയ കോശങ്ങളെയൊക്കെ കറക്റ്റ് ചെയ്യാനും ഈ ഒരു റാസ്ബെറി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഫ്രൂട്ടുകൾ ഉണ്ട്. ഇനി അടുത്തത് ബ്ലാക്ക് കറന്റ് ഉണ്ട്. ഇതും അതേപോലെ തന്നെ ഒരുപാട് പൊട്ടാസ്യവും അതേപോലെയുള്ള മഗ്നീഷ്യവും, ഇത് ശരിക്കും റൂമാറ്റിസം എന്നുള്ളത്, അതായത് ആർത്രൈറ്റിസ്, വാദ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ബ്ലാക്ക് കറന്റ്. അപ്പൊ ശരിക്കും അതേപോലെ തന്നെയാണ് കിഡ്നി ഫങ്ഷൻസും, പാൻക്രിയാസ്, ലിവർ, കിഡ്നി ആൻഡ് സ്പ്ലീന്, ഇതിന്റെ ഒക്കെ ഫങ്ഷൻ കറക്റ്റ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് കറന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അതേപോലെ തന്നെയാണ് ബ്ലൂബെറി. ബ്ലൂബെറി ആണെങ്കിലോ ഒരുപാട് ബ്ലൂബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാല് നമ്മളെ ഇതേപോലെ തന്നെ ഇൻഫ്ലമേഷന്, അതേപോലെ കണ്ണിന്റെ കാഴ്ച ഇംപ്രൂവ് ചെയ്യാനും ബ്ലൂബെറി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ. അപ്പൊ ഈ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് 95 ഉള്ളത്. അപ്പൊ ഈ ഒരു സംഭവം നിങ്ങളെ കൂടെയുള്ള ആളുകൾ പറയുന്ന സമയത്ത് ഇതൊരു 150-200 മില്ലി വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഡയലൂട്ട് ചെയ്യാതെ കഴിക്കുന്നത് കൊണ്ട് ദോഷങ്ങളൊന്നുമില്ല. പക്ഷെ ചില ആളുകൾക്ക് വയറിളക്കം ഉണ്ടാവും. അതുകൊണ്ടാണ്, കാരണം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒറാക് വാലി കൂടിയതായിട്ടുള്ള സാധനം ആയതുകൊണ്ട്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, ഞങ്ങൾ മോഡി കെയറിന്റെ സാധനം ഡയറക്റ്റ് കുടിക്കലാണല്ലോ, ഞങ്ങൾ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഡയറക്റ്റ് കുടിക്കലാണല്ലോ, ഇതെന്താ ഡയറക്റ്റ് കുടിച്ചാൽ? കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചില ആളുകൾക്ക് വയറിളക്കം ഉണ്ടാകാൻ ചാൻസ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാന്. പിന്നെ അത് കുട്ടികൾക്കും പ്രഗ്നന്റ് അല്ലെങ്കിൽ പ്രഗ്നന്റ് ലേഡീസിന്, അതായത് മുലയൂട്ടുന്ന അമ്മമാർക്ക് ഇത് കൊടുക്കാൻ പാടില്ല. ഇത്രയാണ് 95 പറയാനുള്ളത്. ഈ ഏറ്റവും കൂടുതൽ നിങ്ങൾ പറയേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം മാർക്കറ്റിൽ ഇല്ല. അതായത് 7 ഐപ്പൾസോ ഐക്കെയറോ വെച്ചാൽ ഈക്വൽ ആണ് 95 എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. 21,000 രൂപ മുടക്കുന്നിടത്ത് ഇവിടെ 3,000 മുടക്കിയാൽ മതി. ഇനി ഇന്ത്യൻ നോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. ഇന്ത്യൻ നോണിയിലെ ഫ്രൂട്ട്സ് ആന്റി ഓക്സിഡന്റ് നോണി ജ്യൂസ് ആണ്. ആ നോണി ജ്യൂസിന്റെ ഒറാക് വാല്യൂ 5200 ആണ്. അതായത് 1 ലിറ്റർ നോണി ജ്യൂസിന്റെ ഒറാക് വാല്യൂ 5200 ആണ്. അങ്ങനെ 5200 ആണെങ്കിൽ ഏകദേശം 20 × 9, അതായത് 100 ചില്ലറ, അതായത് 9 ലക്ഷത്തില് എത്ര 5000 ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഒരു 5200 ഉണ്ടാവും നോക്കിയാൽ മതി. അത്രയും ബോട്ടിൽ നോണി ജ്യൂസ് വെച്ചാൽ മാത്രമേ 95 ഈക്വൽ ആവുള്ളൂ. അപ്പൊ നോണി ജ്യൂസിന്റെ വില എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അത്ര എക്സ്പെൻസീവ് ആണ് മറ്റ് കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ. അപ്പൊ ഇതുമായിട്ട് അടുത്തെത്തുന്ന ഒരു പ്രൊഡക്റ്റും ഇന്ത്യൻ മാർക്കറ്റിലും വേൾഡ് മാർക്കറ്റിലും ഇല്ല. ഇന്ന് ഇതിന് ലോകത്തില് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന, ഒറാക് വാല്യൂവിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്പനി ഇന്ത്യൻ കമ്പനിയാണ്. മാക്സോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. മാക്സിമം ഒറാക് എന്നുള്ള രീതിയിൽ അവരുടെ പേര് തന്നെ മാക്സോറ എന്നാണ്. അതിന് 2,79,000 ആണ് ഒറാക് വാല്യൂ 1 ലിറ്ററിൽ. അതിന്റെയും പകുതിയിൽ താഴെയാണ് ഐപ്പൾസ് മാക്സോറയെക്കാളും. അപ്പൊ ഇനി അത് മാത്രമല്ല, ഈ 95 ഈ സിപ്പപ്പ് അല്ലെങ്കിൽ സാഷെ പോലെ ആയതുകൊണ്ടുള്ള ഗുണം, ഇത് നമുക്ക് എങ്ങോട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിലും ആ സാഷെ എടുത്തുകൊണ്ട് പോവാം. ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിട്ടില്ല. ബാക്കിയുള്ള ഏത് കമ്പനിയുടെ ആന്റി ഓക്സിഡന്റും ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. കാരണം ഫ്രിഡ്ജിൽ നമ്മളൊരു യാത്ര പോവാണ്, തിരുവനന്തപുരത്തേക്ക് യാത്ര പോകുമ്പോൾ ഫ്രിഡ്ജും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ ഇത് ആളുകളെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. തീർച്ചയായിട്ടും 9E5 എന്ന് പറഞ്ഞുള്ളത് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഇന്ന് എവിടെയും കാണാത്ത ഒരു സൂപ്പർ പ്രീമിയം പ്രോഡക്റ്റ് ആണ് 9E5. ഇനി ഇത് ഉപയോഗിച്ചിട്ട് ഒരു 4-5 പേർക്ക് നമുക്ക് കൊടുത്തിട്ടുള്ള റിസൾട്ടുകളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ആർക്കൊക്കെ 9E5 എന്തെങ്കിലും സെപ്പറേറ്റ് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ. ഹലോ സാറേ, JP സാറ് ഇതില് ഉണ്ട് എന്നറിയില്ല. 9E5 നമ്മുടെ ഒരു ഏകദേശം JP സാർ ഒരു 10 ബോക്സ് എന്തായാലും കഴിച്ചിട്ടുണ്ടാവും. ഈ 10 ബോക്സ് കഴിച്ചതിന്റെ ഫലമായിട്ടാണ് 18 വർഷമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഈ സോറിയാസിന്റെ ഈ ഒരു പ്രോബ്ലംസ് മാറിയിട്ടുള്ളത്. അതിന്റെ കൂടെ പിന്നെ നമ്മളെ കോമ്പിനേഷൻ പ്രൊഡക്റ്റുകളൊക്കെ കവചപ്രാവശ്യവും അതുപോലെ തന്നെ സ്പൈർലിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇത്രയും വലിയൊരു റിസൾട്ട് കിട്ടാൻ എന്തായാലും നമ്മളെ ഈ 9E5 അതിന് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരിട്ട് കൊടുത്തിട്ടുള്ള ഒരു ബെസ്റ്റ് റിസൾട്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. JP സാറിനെ നേരിട്ട് പറഞ്ഞേനെ ആള് ഇതില് ഇറങ്ങിയിട്ട് തോന്നുന്നു. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. വേറെ ആർക്കെങ്കിലും ഇപ്പൊ സോറിയാസിന്റെ റിസൾട്ട് നമ്മൾ കേട്ടു, വേറെ എന്തെങ്കിലും റിസൾട്ട് 9E5 നമ്മൾ കൊടുത്തിട്ടുണ്ട്? ഗുഡ് മോർണിംഗ്. പറയൂ. പിന്നെ സാറേ, നമ്മുടെ ടീമിൽ ഒരാൾക്ക് സ്ട്രോക്ക് വന്ന ഒരാൾക്ക് പിന്നെ നമ്മൾ 9E5 കൊടുത്തിട്ട് 2 പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്.
95 വെൽഹാർട്ട് കൊടുത്തിട്ട് റിസൾട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഡൗട്ട് ഉണ്ട് സാറേ, ഒന്ന് ചോദിച്ചോട്ടെ. പിന്നെ ഒരു 14 വയസ്സിലൊരു പെൺകുട്ടി, അവക്ക് പിന്നെ ഈ സ്റ്റൊമക്കിന്റെ ഏതൊരു ഭാഗത്ത് ക്യാൻസർ ആണ്. അപ്പോ പിന്നെ എന്തോ മെലദോര ക്യാൻസർ അങ്ങനെ എന്തോ ആണ്. അപ്പൊ അവർക്ക് നമുക്ക് 95 പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ? കൊടുക്കാം. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് 2 നേരം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. 14 വയസ്സ് എനിക്ക് 10 വയസ്സാണ് കൊടുക്കാം. അത് ചെറുപ്പത്തിലെ കുട്ടിക്ക് കംപ്ലൈന്റ് ഉണ്ട്. ഇപ്പൊ അതിന്റെ ഒരു ചികിത്സയിലാണ്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് കൊടുത്തോണ്ടല്ലേ? അതിന്റെ കൂടെ നമുക്ക് കവചപ്രാശോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡയജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കവചപ്രാശം വേറെന്താ കൊടുക്കണ്ടേ? ആന്റി ഓക്സിഡന്റ്സ് എന്തും കൊടുക്കാം. സ്പൈറലിന വേണമെങ്കിൽ കൊടുക്കാം, 95 കൊടുക്കാം, കവചപ്രാശം കൊടുക്കാം, ഒക്കെ കൊടുക്കാം കേട്ടോ. താങ്ക് യു സാർ. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും? സമയം കുറച്ചായി എന്നുള്ളത് അറിയാം. ബൈജു സാറേ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വന്ന സമയത്ത് ഇതേപോലെ തന്നെ ഷുഗർ ഉള്ള ആൾ, നല്ല ഹൈ ഷുഗറുള്ള ആൾക്കാർക്ക്, ഭാര്യയും ഭർത്താവിന് സ്ട്രോക്ക് വന്നതായിരുന്നു. ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവർക്ക് ഷുഗറിന് വേണ്ടിയിട്ട് ഡയബാലൈഫും 95 ആയിരുന്നു കോമ്പിനേഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൊടുത്ത സമയത്ത് ആദ്യം ഇത് ഷുഗർ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്, കാരണം മധുരം എന്നുള്ളൊരു പ്രശ്നം കൊണ്ട്. ഇതേ ആൾ തന്നെ കവചപ്രാശം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്ക് 400 ചില്ലാൻ ഷുഗർ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കവചപ്രാശം കുഴിക്കുമ്പോഴോ 95 കഴിക്കുമ്പോഴോ എനിക്ക് ഉന്മേഷത്തിന് ഭയങ്കര അടിപൊളി, ഓരോ ദിവസവും ഭയങ്കര റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ കവചപ്രാശം കഴിക്കുന്നുണ്ടായിരുന്നു, 95 കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇന്നും എൻ്റെ അടുത്തുണ്ട് അതിൻ്റെ റിസൾട്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും നല്ല ഹൈ ഷുഗർ ഉള്ളത് രണ്ടാൾക്കും നോർമൽ ആയത് ഇന്നും എൻ്റെ ഫയലിലുണ്ട്. ഫസ്റ്റത്തെ റിസൾട്ടാണ്. അടിപൊളി. ഇന്ന് ഞാനത് കൊണ്ടു നടക്കുന്നുണ്ട്. അത് വർഷം 5-6 ആയി. അതായത് അന്ന് 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ഞാൻ സെല്ല് ചെയ്തത് അവർക്കാണ്. കാരണം ആ 2 ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 6 മാസം കണ്ടിന്യൂസ് ഉപയോഗിച്ചേ പറ്റുള്ളത്. ഇത് 2 ആൾക്കാർക്കും 2 നേരം 95 വെച്ചിട്ടൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു റിസൾട്ട് ഇന്നുണ്ട് എൻ്റെ കയ്യിൽ. അതായത് 400 നോർമലിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 6 മാസം കൊണ്ട് കൃത്യമായിട്ട് ഒരു ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഓക്കെ സാർ. ഓക്കെ. അടിപൊളി സാർ. ഇനി വേറെ ആർക്കെങ്കിലും? ഇവിടെ അടുത്ത് കിട്ടിയ റിസൾട്ട് ആണ്. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആണ്. അപ്പൊ ക്യാൻസറിന്റെ ഇതുണ്ടായിട്ട് യൂട്രസ് കൊടുത്ത് ഒഴിവാക്കിയതാണ്. 8 വർഷമായി പിത്താശയത്തില് കല്ലേനി. അപ്പോ പിന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയായിട്ട് ആയുർവേദിക് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റെ അടുത്ത് പ്രൊഡക്റ്റ് ഉണ്ടോ, ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ കുടിക്കാറുണ്ട്. അങ്ങനെ 18 mm ഉള്ള ഒരു കല്ലും 13 mm ഉള്ള കല്ലേനി. 3 മാസം യൂറിപ്ലസും പിന്നെ നമ്മളെ 95ഉം ബ്ലഡ് ഫുരിഫറും പിന്നെ ലെവേഗനും കഴിച്ചിട്ടുണ്ട്. അത് കഴിച്ചിട്ടിപ്പോ 18 mm ഉള്ള കല്ല് പൊടിഞ്ഞു പോയി. ആ 13 mm ഉള്ള കല്ല് നല്ലോണം ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും തുടർന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത്രയും അടിപൊളി ഒരു റിസൾട്ടാണ് കിട്ടിയത്. 8 വർഷമായി ഇവള് ആ കല്ല് കൊണ്ട് നടക്കുന്നത്. ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തതാണ്, എന്നിട്ടൊന്നും ഒരു മാറ്റം കിട്ടിയിട്ടില്ല. ഓക്കെ, താങ്ക് യു സാർ. എന്തെല്ലാം കൊടുത്തത്? യൂറിഫ്രഷും 95ഉം പിന്നെ ബ്ലഡ് ഫുരിഫറും ലിവേഗനും. ഓക്കെ. വേറെ ആർക്കെങ്കിലും? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 95 പ്രായം കുറയും. ഗുഡ് മോർണിംഗ് സാർ. ഹലോ, ഞാൻ കൊല്ലം ഹാരിസിന്റെ ടീമാണേ. ഞങ്ങള് ഇപ്പോ 95 ഒരു ക്യാൻസർ പേഷ്യന്റിന് കൊടുത്തിരുന്നു. അതായത് മൂപ്പർക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു, വേദന സഹിക്കാൻ പറ്റാത്ത വ്യക്തിയായിരുന്നു. ആ വ്യക്തിക്ക് 95 കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ നമ്മളെ കൂടെ ഒരു ഐഡിയ അടിക്കാനുള്ള ചാൻസ് വന്നതെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഒരു പണ്ഡിതന് ഐഡിയ അടിക്കാൻ ചാൻസ് വന്നതെന്ന് വെച്ചാൽ, മൂപ്പർ ഭാര്യ മൊത്തം കൊഴിഞ്ഞു പോയി, ഒരു സൈഡ് മുഴുവൻ കൊഴിഞ്ഞു പോയി. ആ സൈഡ് കൊഴിഞ്ഞു പോയപ്പോ അവരോട്
ഞങ്ങളിങ്ങനെ ആവശ്യപ്പെട്ടു, ഇങ്ങനെ കാര്യം കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പോ അവര് ഒരു എന്താ പറയാ സ്വയം മനസ്സോ അങ്ങനല്ല, ഒരു താല്പര്യം ഇല്ലാതെ ഇതിലാണ് അവർ കഴിച്ചത്. ആദ്യം 95-ഉം ബെൽഹാർട്ടും. അതിനുശേഷം ഒരു ബോട്ടിൽ കഴിച്ചു. അതിനുശേഷം റിസൾട്ട് കുറച്ച് വന്നപ്പോ പിന്നെ അതിന് കൂടെ വീണ്ടും അവർ ആവശ്യപ്പെട്ട് കൊണ്ടേ കൊടുത്തു. ഇപ്പോ പക്ക റിസൾട്ട്. കാരണം എന്താ പറയാ, അവർക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല. അവര് നമ്മളെ കൂടെ ആയിട്ട് ഇപ്പൊ പ്രവർത്തിക്കുന്നു. ഒരു പണ്ഡിതനാണ് നമ്മുടെ നാട്ടിലെ. ഈ 95 വെച്ചാല് പിന്നെ കാലിന്റെ തെരുപ്പിലൊക്കെ നമ്മള് കൊടുത്തിട്ട് ഭയങ്കര റിസൾട്ടാണ് വരുന്നത്. ബെൽഹാർട്ടും 95-ന്റെ കൂടെ ബെൽഹാർട്ടും. ഒരു സൈഡ് ഫുള്ളായി തെരുപ്പ് വരിക. ആ തെരുപ്പ് വന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കുമ്പോ ഈ 95 നല്ല റിസൾട്ട് ഉണ്ട്. ആ ചില വ്യക്തികൾ ചോദിക്കത് പകുതി തരും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പകുതി എങ്ങനെ പൊട്ടിച്ചു കൊടുക്കും. അത്ര പോലും എന്നിട്ടെങ്കിലും റിസൾട്ട് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത്ര പോലും റിസൾട്ട് കിട്ടി നമുക്ക് നല്ല റിസൾട്ടാണ് 95-ൽ. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ചെറിയ ഷോപ്പുണ്ട്, അവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ 3-4 പോയിട്ട് സ്റ്റോക്ക് സാധനം എൻ്റെ അടുത്ത്. കാരണം 95 എല്ലാ സ്റ്റോക്ക് ചെയ്താൽ അത്ര ഉപകാരമാണ്. ചില വ്യക്തികൾ പൊട്ടിച്ചു കൊടുക്കൂല. അത് പൊട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് എൻ്റെ അഭിപ്രായം. കാരണം ചില പീസ് ചില ആൾക്കാർ സാമ്പത്തിക പ്രശ്നമുള്ള ആൾക്കാർ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും, എന്താ ചെയ്യുക ഇത്ര പൈസ ആണല്ലോ പകുതി തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് കൊടുത്തില്ലെങ്കിൽ ആ ബിസിനസ് നഷ്ടപ്പെടും, പിന്നെ അതിന് റിസൾട്ട് കിട്ടൂല എന്നുള്ള അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങളിപ്പോ ഒരു ടീം പകുതി ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പകുതി കൊടുക്കും. കാരണം ആ പകുതി വേറെ ആരെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് നമ്മൾ പകുതി കൊടുക്കാറുണ്ട്. റിസൾട്ട് 95 പക്ക റിസൾട്ടാണ്. അതിന് വേറെ ഒരു കമ്പനിക്കും അതിന് കാഴ്ചയ്ക്കും കഴിയില്ല.